ഇലക്ട്രിക് വാഹനം രാത്രിയിൽ ചാർജ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷനുകളിലെ വൈദ്യുതി നിരക്കിൽ മാറ്റം വരുന്നു. ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച മാനദണ്ഡം അനുസരിച്ച് 2 സോണുകളായി തിരിച്ചായിരിക്കും ഇനി മുതൽ ബില്ലിംഗ്. ടൈം ഓഫ് ഡേ അടിസ്ഥാനമാക്കി രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ സോളാർ എനർജി സമയമായി കണക്കാക്കി ഒരു തുകയും ബാക്കി സമയങ്ങളിൽ വേറെ തുകയുമായിരിക്കും ഈടാക്കുക. രാവിലെ 9 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ സാധാരണ നിരക്കുകളേക്കാൾ 30% കുറവ് റേറ്റിനും മറ്റ് സമയങ്ങളിൽ സാധാരണ റേറ്റിനേക്കാൾ 30% കൂടുതലായും നൽകണം. നിലവിൽ ചാർജിങ്ങിന് പൊതുവായ നിരക്ക് യൂണിറ്റിന് 7.15 രൂപയാണ് നൽകേണ്ടത്. പുതിയ നിർദ്ദേശത്തോടെ 9 മുതൽ 4 വരെയുള്ള സമയത്തിന് 5 രൂപയും അതിനുശേഷം 9 രൂപ 30 പൈസയും ഈടാക്കും. ഇതിലൂടെ നിലവിൽ 100 രൂപ ബില്ലാവുന്ന ചാർജിംഗ് തുക രാവിലെയാണെങ്കിൽ 70 രൂപയാക്കി കുറയ്ക്കുകയും വൈകിട്ട് 4 മണിക്ക് ശേഷമാണെങ്കിൽ 130 രൂപയായി കൂടുകയും ചെയ്യും. നിലവിലെ TOD ബില്ലിംഗ് പ്രകാരം രാവിലെ 6 മുതൽ 6 വരെയും വൈകിട്ട് 6 മുതൽ 10 വരെയും രാത്രി 10 മുതൽ രാവിലെ 6 വരെയും 3 സോണുകളായി തിരിച്ചായിരിക്കും ബില്ലിംഗ്. ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് ലഭിക്കുന്ന വൈദ്യുതി നിരക്ക് ഇളവ് ആനുപാതികമായി വാഹനം ചാർജ് ചെയ്യുന്ന ഉപയോക്താക്കൾക്ക് നൽകണമെന്ന് നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ KECBയുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ ഈ നിർദ്ദേശം നടപ്പാക്കുന്നുണ്ടെന്ന് കമ്മീഷനെ അറിയിച്ചിരുന്നു. പകൽ സമയത്ത് പരമാവധി വാഹനങ്ങൾ ചാർജ് ചെയ്യിപ്പിക്കാനാണ് അധികൃതരുടെ ശ്രമം. നിലവിൽ KECB നൽകുന്ന നിരക്കിളവ് സ്വകാര്യ സ്റ്റേഷനുകൾ കൂടി നൽകിയാൽ പകൽ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും രാത്രിയിലെ വൈദ്യുതി ഉപഭോഗം കുറയുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്.